ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മോർണിംഗ് ടാസ്ക് തന്നെയാണ്. ഇന്ന് ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക്കായി കൊടുത്തിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് ന്യൂസ് ആയിട്ട് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക എന്നതാണ്. അങ്ങനെ ഓരോരുത്തരും വന്ന് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അനുമോൾ വന്നിട്ട് പറഞ്ഞത് ഇന്നലത്തെ ആ ഒരു ടോപ്പിക്കിനെ കേരളം ഒന്നടങ്കം വാ പൊളിച്ച് കാണുന്ന ഷോയാണ് മലയാളം ബിഗ് ബോസ് സീസൺ 7. 23 കണ്ടസ്റ്റൻറ്റോടുകൂടി തുടങ്ങിയ ഷോ ഇപ്പോൾ വെറും 11 പേരായി ഇവിടെ അവശേഷിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇവർക്ക് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഡാൻസ് മാരത്തോൺ ആയിരുന്നു. അനുമോളും അതേപോലെ തന്നെ അനീഷ് ജോക്കറായിട്ടും സാബുമാനും ആര്യനുമൊക്കെ മായാമോഹിനിയായിട്ടും ബിന്നി നാടോടിയായിട്ടും ആദില നൂറയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ആ ഒരു ടാസ്ക് പെർഫോമൻസ് കാഴ്ചവെച്ചു. റിപ്പോർട്ടറായിട്ട് അനുമോളോട് ചോദിക്കാമെന്ന് പറഞ്ഞ് ആ ഒരു ടാസ്കിനെ കുറിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അനുമോൾ പറഞ്ഞത് അനുമോൾ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻ്റാണ് വളരെ ഭംഗിയായിട്ട് ആ ഒരു ടാസ്ക് കൊണ്ടുപോയത്. മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് നമ്മുടെ മിന്നൽ മുരളിയായി അഭിനയിക്കുന്ന അക്ബറാണ്. അനീഷേട്ടൻ ജോക്കറായിട്ടിരിക്കുകയാണ്. മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സാബുമാനാണ് ഏറ്റവും നന്നായി പെർഫോമൻസ് കാഴ്ചവെച്ചത്. അവൻ എന്താണ് കാഴ്ചവെച്ചതെന്ന് എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. അത് എന്താണെന്ന് ഓർത്തിട്ട് ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. അതേപോലെ ആര്യൻ മായാമോഹിനിയായിട്ട് അടിപൊളിയായി കാഴ്ചവെച്ചു. ബിന്നി കുറേ താടി മുടിയൊക്കെ വെച്ചിട്ട് എന്താണെന്ന് അറിയില്ല, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എന്താണ് മികച്ച പെർഫോമൻസ് എന്ന് ഇനി കാഴ്ചവെച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അതേപോലെ ആദിൽ അവിടെ ഒരു സന്യാസിനിയായിട്ട് ഇരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് പോലും അറിയില്ല അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. നൂറ് നന്നായി അടിപൊളിയായിട്ട് തന്നെയാണ് തേന്മാവിൻ കൊമ്പത്ത് ശോഭന ചേച്ചീനെ പോലെ തന്നെ നന്നായിട്ട് തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചു. അങ്ങനെ ഒരുപാട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. 10 കോയിൻസാണ് അവരുടെ കയ്യിൽ കൊടുത്തിട്ടുള്ളത്. ഇമ്മ്യൂണിറ്റി പവർ ആ കോയിൻസ് കിട്ടുന്നവർക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോയിൻ ആർക്കും കൊടുക്കാതിരിക്കാനാണ് ഇവർ ഗൂഢമായ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം ആർക്കായിരിക്കും ആ കോയിൻ കിട്ടുക എന്നതാണ്. എന്താണെങ്കിലും അനുമോൾ അടിപൊളിയായി ചെയ്തു എന്ന് ഒന്നടങ്കം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും വന്ന് ഓരോരോ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് പോകുമ്പോൾ അനുമോൾ നല്ല മാസമായിട്ട് മൊത്തം കവറപ്പ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്.